ഗൈസ് പ്ലീസ് ഒന്ന് ട്രോൾ ചെയ്യല്ലേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. അത് രണ്ട് സാധനങ്ങൾ കാണിക്കാൻ വേണ്ടി വന്നേക്കുന്നത്. അത് നിങ്ങളൊന്ന് കണ്ടിട്ടെങ്കിലും ഒന്ന് പോണേ. ഞാൻ ഉണ്ടാക്കി എന്തായാലും ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരാൻ പോവല്ലേ, അപ്പോൾ എന്തായിരിക്കും എല്ലാവർക്കും ഒരു ഫ്ലാഗ് വേണ്ടേ. അപ്പോൾ ആ ഫ്ലാഗിന് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഒരു ഫ്ലാഗ്. അത് സിമ്പിളാട്ടോ. നമ്മൾ ആദ്യമേ ഒരു പേപ്പർ എടുക്കുക, ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് എൻ്റെ ഈ സ്റ്റിക്കില്ലായിരുന്നു ഇങ്ങനെ വെക്കുന്നതിൻ്റെ. അപ്പോൾ ഞാൻ ഈ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഒരു ഇതിട്ട് വെക്കുക, ടേപ്പ്. എന്നിട്ട് ഇവിടെയും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ സ്റ്റിക്ക് ഇവിടെ നിൽക്കത്തില്ല. അത് ഞാനിപ്പോഴാണ് അറിയുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് ടേപ്പിട്ട് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇവിടെയും അത് വെക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഊർന്ന് വരുമെന്ന്. എന്തായാലും സ്കൂളിൽ എത്തുമ്പോഴൊക്കെ ഇങ്ങനെ ഫ്ലാഗ് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടതല്ലേ, അപ്പോൾ ഊർന്ന് പോകത്തില്ല ഈ സ്റ്റിക്ക്. പിന്നെ എവിടെയെങ്കിലും തപ്പി ചിലപ്പോൾ കിട്ടത്തില്ലല്ലോ. പിന്നെ ഞാൻ മേടിച്ചതാണ്. ഞാൻ എൻ്റെ പപ്പയോട് എന്നാ നേരത്തെ പറഞ്ഞായിരുന്നു പേപ്പറായിട്ടുള്ളത് തരല്ലെന്ന്. എന്നാന്ന് വെച്ചാൽ ഒന്നാമത്തത് പേപ്പറായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് പേപ്പറായിട്ട് ഈ ഫ്ലാഗ് കിട്ടിയാൽ അത് ഉറപ്പായിട്ടും കീറിപ്പോവും, അല്ലെ ചുളുങ്ങിപ്പോവും, എന്തെങ്കിലുമൊക്കെ പറ്റും. അതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ അല്ലേ. പിന്നെ എൻ്റേത് അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ ചെറുതായിട്ടൊരു ഫ്ലോപ്പ് പറ്റിയായിരുന്നു, പിന്നെ കുറച്ച് മടിയൊക്കെ പോയായിരുന്നു. ഞങ്ങൾക്ക് ശരിക്കും തേഴ്സ്ഡേ അല്ലല്ലോ, സെക്കൻഡ് സാറ്റർഡേയിലായിരുന്നു വേണ്ടത് ഫ്ലാഗിൻ്റെ സെലിബ്രേഷൻ നടത്തേണ്ടത്. പക്ഷെ ഇന്നാണ് സെലിബ്രേഷൻ നടത്തിയത്. അതുകൊണ്ട് ഇന്നലെ ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് തോന്നി ചിലപ്പോൾ ഫ്ലോപ്പ് ആകുമെന്നൊക്കെ. അതുകൊണ്ട് അമ്മ എൻ്റെ പപ്പയോട് വിളിച്ച് പറഞ്ഞിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. വെറുതെ ഇത് തന്നെയൊക്കെ മതിയായിരുന്നു. എൻ്റെ അനിയത്തിക്ക് വന്ന് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇത് രണ്ടും കിട്ടി. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒരു കമൻറ്റും ഒരു ഫോളോയും ഒന്ന് ഇട്ടിട്ട് പോണേ.